ബിഎസ്പിയുമായുള്ള തന്റെ സഖ്യനീക്കം പിണറായി വിജയൻ തകർത്തുവെന്നും ഇനി തൃണമൂൽ കോൺഗ്രസിൽ ചേരുമെന്നും പി അൻവർ. തൃണമൂലുമായുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ബിഎസ്പിയുമായി നേരത്തെ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അവർ ദുർബലമാണെന്നും അൻവർ പറഞ്ഞു. ഫാസിസ്റ്റ് വിരുദ്ധ നിലപാട് തുടരുന്നതിനാൽ ബിജെപിയുമായി സഹകരിക്കില്ല. യുഡിഎഫ് പ്രവേശനം ഇപ്പോൾ ആലോചനയിലുമില്ല. മുസ്ലിം ലീഗ് വഴി യുഡിഎഫ് പ്രവേശനത്തിന് ശ്രമിച്ചിട്ടില്ലെന്നും വി.ഡി. സതീശൻ എതിർക്കുമെന്ന പ്രചാരണം വിശ്വസിക്കുന്നില്ലെന്നും അൻവർ ഡൽഹിയിൽ പ്രതികരിച്ചു. കെപിസിസി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ ആശയക്കുഴപ്പം. കെ സുധാകരനെ അധ്യക്ഷ പദവിയിൽ നിലനിർത്താമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. എന്നാൽ കെ സുധാകരനെ മാറ്റാതെ പുനഃസംഘടന പൂർണ്ണമാകില്ലെന്നാണ് മറ്റൊരു വിഭാഗം വാദിക്കുന്നത്. എന്നാൽ അടിമുടി പുനഃസംഘടന വേണമെന്നാണ് ഹൈക്കമാൻഡിന്റെ തീരുമാനം. തർക്കങ്ങളില്ലാത്ത പുനഃസംഘടനയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഹൈക്കമാൻഡിന്റെ നിലപാട് സൂചിപ്പിച്ച് പ്രാഥമിക ചർച്ചകൾക്ക് കെ.സി. വേണുഗോപാൽ തുടക്കമിട്ട് കഴിഞ്ഞു. സംസ്ഥാന കോൺഗ്രസിൽ നേതൃത്വ മാറ്റത്തിന്റെ ആവശ്യമില്ലെന്ന് ശശി തരൂർ എം പി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരന്റെ നേതൃത്വത്തിൽ മികച്ച വിജയം നേടി. ഉപതെരഞ്ഞെടുപ്പിലും സീറ്റ് നിലനിർത്തി. കെ സുധാകരന്റെ നേതൃത്വത്തിൽ പാർട്ടി നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. സുധാകരനെ മാറ്റേണ്ട കാര്യമില്ലെന്നും തരൂർ പ്രതികരിച്ചു. എന്തടിസ്ഥാനത്തിലാണ് വാർഡ് വിഭജന തീരുമാനമെന്ന് വ്യക്തമല്ലെന്നും ശശി തരൂർ പറഞ്ഞു. സ്റ്റേറ്റ് കാറിൽ വന്ന് ജനങ്ങളെ കൊള്ളയടിക്കുന്ന കുറുവാ സംഘമാണ് വൈദ്യുതി മന്ത്രിയും കൂട്ടരുമെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. സ്വന്തം വകുപ്പിലെ ഒരു കാര്യമെങ്കിലും അറിയാൻ മന്ത്രി ശ്രമിക്കണമെന്നും രാഹുൽ പറഞ്ഞു. ചെറിയ വ്യത്യാസത്തിൽ 2 തവണ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുന്ന ക്രൂര കൊള്ളയാണിത്. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ച സംസ്ഥാന സർക്കാർ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും രൂക്ഷ വിമർശനം നടത്തിയിരുന്നു. വയനാട് പുനരധിവാസത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അലംഭാവം കാട്ടുകയാണെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ. പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെന്റ് റിപ്പോർട്ട് വൈകിയതിന്റെ പേരിലാണ് കേന്ദ്രം സഹായത്തിൽ തീരുമാനമാക്കാത്തതെന്ന ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസ്താവന മനുഷ്യത്വരഹിതമാണ്. വയനാട് ജനതയുടെ ദുരിതം നേരിട്ട് മനസ്സിലാക്കിയിട്ടും സാങ്കേതിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പുനരധിവാസ പ്രവർത്തനങ്ങളിൽ അലംഭാവം തുടരുന്നത് ക്രൂരമാണ്. ആശയക്കുഴപ്പം സൃഷ്ടിച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ. ഇത് ഇരു സർക്കാരുകളും അവസാനിപ്പിക്കണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. ശബരിമലയിൽ നടൻ ദിലീപിന് VIP പരിഗണന നൽകിയെന്ന ആക്ഷേപത്തിൽ 4 ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് നോട്ടീസ്. ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായതായി കണ്ടെത്തിയെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. വിശദീകരണം കേട്ട ശേഷം തുടർ നടപടി സ്വീകരിക്കും. മരിച്ച മുൻ ADM നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നതായി പോലീസ്. നവീൻ ബാബു മരിച്ച വിവരം പുറത്തുവന്ന ഒക്ടോബർ 15 രാവിലെ കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് ഈ വിവരമുള്ളത്. എന്നാൽ മൃതദേഹ പരിശോധനാ റിപ്പോർട്ടിൽ രക്തക്കറയുടെയോ പരിക്കിന്റെയോ പരാമർശങ്ങളില്ല. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും തിരിമറിയുണ്ടായെന്ന് പി അൻവർ എം.എൽ.എ. കുടുംബത്തെ അറിയിക്കാതെ നടത്തിയ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികളിൽ സർവത്ര ദുരൂഹതയുണ്ടെന്നും അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ദുരൂഹത ഇടപാടുകൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നു. ശശിയുടെ സമ്മർദ്ദത്തെക്കുറിച്ച് നവീൻ ബാബു കുടുംബത്തെ അറിയിച്ചിരുന്നു. ഹൈക്കോടതിയിലെ കേസിൽ കക്ഷി ചേരും. ശശിയുടെ ഇടപെടൽ കാരണം ജോലി ചെയ്യാൻ നവീൻ ബാബുവിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ശശിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുമെന്നും അൻവർ പറഞ്ഞു. കണ്ണൂർ ADM നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട നിലമ്പൂർ MLA ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി. കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുമായി ജീവിതത്തിൽ ഇന്നേ വരെ എന്തെങ്കിലും കാര്യത്തിൽ ബന്ധപ്പെടാനോ സംസാരിക്കാനോ ഉള്ള സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടില്ലെന്ന് P ശശി പറഞ്ഞു. പൊതുസമൂഹത്തിൽ അപമാനിക്കുവാൻ ശ്രമിച്ചതിന് അൻവറിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. ഇതിനകം നടത്തിയ അപമാനകരമായ നുണപ്രചാരണങ്ങൾക്കെതിരെ 2 കേസുകൾ കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ടെന്നും ശശി വ്യക്തമാക്കി. IAS തലപ്പത്തെ തമ്മിലടിയെ തുടർന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട കൃഷി വകുപ്പ് മുൻ സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്തിന് ചീഫ് സെക്രട്ടറിയുടെ കുറ്റാരോപണ മെമ്മോ. സസ്പെൻഷനുള്ള കാരണങ്ങളാണ് മെമ്മോയിൽ പറയുന്നത്. അഡീഷണൽ ചീഫ് സെക്രട്ടറി A ജയതിലകനെ വിമർശിച്ചതിനാണ് സസ്പെൻഷൻ ലഭിച്ചത്. 30 ദിവസത്തിനകം മെമ്മോയ്ക്ക് വിശദീകരണം നൽകണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. നവവധുവായ പെരിങ്ങമല ഇടിഞ്ഞാർ കൊന്നമൂട് ആദിവാസി നഗറിൽ ഇന്ദുജയെ നന്ദിയോട് ഇളവട്ടത്തെ ഭർതൃഗൃഹത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് അഭിജിത്തിന്റെയും സുഹൃത്തിന്റെയും പങ്ക് പോലീസ് പരിശോധിച്ചു വരികയാണ്. സുഹൃത്ത് അജാസ് ആണ് ഇന്ദുജയെ മർദ്ദിച്ചതെന്നാണ് അഭിജിത്തിന്റെ മൊഴി. ഇന്ദുജയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നതിന് 2 ദിവസം മുമ്പാണ് അജാസ് മർദ്ദിച്ചത്. കാറിൽ വെച്ചായിരുന്നു മർദ്ദനം. അജാസും അഭിജിത്തും കുട്ടിക്കാലം മുതൽ സുഹൃത്തുക്കളാണ്. എന്തിനാണ് മർദ്ദനമെന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ്. സൗദി അറേബ്യയിൽ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം സംബന്ധിച്ച വിധി പറയുന്നത് റിയാദ് ക്രിമിനൽ കോടതി വീണ്ടും മാറ്റി. സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ കഴിഞ്ഞ 18 വർഷങ്ങളായി ജയിലിൽ കഴിയുകയാണ് റഹീം. ജയിൽ മോചനത്തിനുള്ള നിർണായക ഉത്തരവ് ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ മാസം നവംബർ 17-ന് കോടതി കേസ് പരിഗണിക്കുകയും ഈ മാസത്തേക്ക് മാറ്റിവെക്കുകയുമായിരുന്നു.
ഭാരത കത്തോലിക്ക സഭയിൽ പുതുചരിത്രം കുറിച്ച് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് കൂവക്കാടിനെ കത്തോലിക്ക സഭയുടെ കർദിനാളായി ഉയർത്തി. വൈദികനായിരിക്കെ കർദിനാൾ പദവിയിലേക്കെന്ന അപൂർവ നേട്ടമാണ് മാർ ജോർജ് കൂവക്കാട് കൈവരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ സമയം രാത്രി 9-ന് വത്തിക്കാൻ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. മാർ ജോർജ് കൂവക്കാടിനെ കൂടാതെ 20 പേരെയും കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് 3 ദിവസം പിന്നിടുമ്പോഴും മഹാരാഷ്ട്രയിലെ മഹായുതി സഖ്യത്തിൽ പ്രധാനപ്പെട്ട വകുപ്പുകളുമായി ബന്ധപ്പെട്ട തർക്കം തുടരുന്നു. ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ ആഭ്യന്തര വകുപ്പിനായി സമ്മർദ്ദം ശക്തമാക്കിയതും പ്രധാന വകുപ്പുകൾ ആവശ്യപ്പെടുന്നതുമാണ് തീരുമാനം വൈകാൻ കാരണം. ആഭ്യന്തര വകുപ്പ് വിട്ടു നൽകാൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും BJPയും തയ്യാറുമല്ല. സിറിയയിൽ അസദ് ഭരണത്തിന് അന്ത്യം. തലസ്ഥാന നഗരമായ ഡമാസ്കസ് വിമതസേന പിടിച്ചെടുത്തു. ഭരണം കൈമാറാൻ തയ്യാറാണെന്ന് പ്രധാനമന്ത്രി ഖാസി അൽ ജലാലി വ്യക്തമാക്കി. സിറിയയുടെ വടക്കൻ പ്രദേശമായ ആലപ്പോയും അതിനുശേഷം ഹോംസ്, ഹമ മേഖലകളൊക്കെ തന്നെ വിമതർ കീഴടക്കിയിരുന്നു. ഇന്നലെ രാത്രി തന്നെ ഡമാസ്കസിന് 50 കിലോമീറ്റർ അടുത്തേക്ക് വിമതർ എത്തുകയും ചെയ്തു. സിറിയയുടെ പൂർണ്ണ നിയന്ത്രണം വിമതരുടെ കയ്യിലായതോടെ രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ വിമാനം വെടിവെച്ചിട്ടതായി അഭ്യൂഹം. വിമതർ ഡമാസ്കസ് പിടിച്ചെടുക്കുന്നതിന് മുമ്പ് അൽ അസദ് IL-76 എയർക്രാഫ്റ്റിൽ രക്ഷപ്പെട്ടുവെന്നായിരുന്നു റിപ്പോർട്ടുകൾ. റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായ വിമാനം 3650 മീറ്ററിലധികം ഉയരത്തിൽ സഞ്ചരിച്ച ശേഷം ലെബനീസ് അക്കറിന് സമീപമുള്ള ലെബനീസ് വ്യോമാതിർത്തിക്ക് പുറത്തുവെച്ച് താഴേക്ക് പതിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യക്കെതിരെ 122 റൺസ് വിജയവുമായി പരമ്പര പിടിച്ച ഓസ്ട്രേലിയൻ വനിതാ ക്രിക്കറ്റ് ടീം ടോസ് നേടി ബാറ്റിംഗിനിറങ്ങി 372 റൺസ് എന്ന വമ്പൻ വിജയലക്ഷ്യമുയർത്തിയ ഓസീസ് ഇന്ത്യയെ 249 റൺസിന് പുറത്താക്കി. ഇതോടെ 3 മത്സരങ്ങളുള്ള പരമ്പര 2-0 ഓസ്ട്രേലിയ സ്വന്തമാക്കി.